നമ്മൾക്കിന്ന് പൊട്ടറ്റോ സ്മൈലി തയ്യാറാക്കാം. പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണിത്. ഇതിനായി 2 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇടാം. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 4 ബ്രെഡ് സ്ലൈസ് പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മസാലയൊക്കെ ചേർക്കാം. ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. കൂടുതൽ ഒട്ടൽ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ബ്രെഡ് ക്രംസോ കോൺഫ്ലവറോ ചേർത്ത് ഇത് കുഴച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഇത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പരന്ന പ്രതലത്തിലേക്ക് കുറച്ച് കോൺഫ്ലവർ വിതറി കൊടുക്കാം. ഇതിലേക്ക് മാവ് കുറച്ചെടുത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്താം. ഒരുപാട് കനം കുറയ്ക്കേണ്ട, കട്ടി ഒരുപാട് കൂട്ടുകയും വേണ്ട. ഇതിങ്ങനെ കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതൊരു കുക്കി കട്ടറോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ വെച്ചിട്ട് ഇതിങ്ങനെ മുറിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള മാവ് നമുക്ക് വീണ്ടും ഇതുപോലെ തയ്യാറാക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു സ്ട്രോ ഉപയോഗിച്ച് ഐസ് തയ്യാറാക്കാം. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ടത് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നന്നായി ചൂടായ ശേഷം വേണം ഇടാൻ, അല്ലെങ്കിൽ ഇത് ഒത്തിരി എണ്ണ കുടിക്കും. പല പ്രാവശ്യമായിട്ട് ഇത് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്യാൻ. ഏകദേശം 10 മിനിറ്റ് എടുക്കും ഇത് ക്രിസ്പിയായി കിട്ടാൻ. തിരിച്ചും മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്മൈലീസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ചൂടോടെ സോസിലോ മയോണൈസിലോ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം റെയ്നൽസ് കിച്ചൻ്റെ പാചകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.